ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്, ആദരമർപ്പിക്കുകയാണ്. അവിടെ നേരിട്ടെത്താൻ കഴിയാത്ത കേരളത്തിൽ നിന്നുള്ള മാത്രമല്ല എല്ലാ മലയാളികളും, അർജുനെ അറിയാവുന്ന എല്ലാ മലയാളികളും ഇപ്പോൾ TV സ്ക്രീനുകളിലൂടെ അവരുടെ ഹൃദയം കൊണ്ട് കണ്ണാടിക്കലിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മൾ അതിരാവിലെ ആരംഭിച്ച ലൈവ് സ്ട്രീമിംഗ് ആണ്. രാവിലെ തന്നെ എത്രത്തോളം ആളുകൾ അർജുൻ്റെ അന്ത്യയാത്ര കാണുവാനും ആദരാഞ്ജലികൾ മനസ്സുകൊണ്ട് അർപ്പിക്കുവാനും TV സ്ക്രീനുകളിലൂടെയും ഒക്കെ കണ്ടുകൊണ്ട് നമ്മോടൊപ്പം കൂടെ ചേർന്നിരിക്കുന്നു. അവിടേക്ക് നേരിട്ടെത്താൻ കഴിയുന്നവരെല്ലാം നേരിട്ടെത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികളുണ്ട്, അത്തരത്തിൽ മറ്റ് പ്രമുഖരെല്ലാവരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രത്തോളം വലിയ സ്നേഹം, വായ്പകൾ നൽകാൻ, ആദരമർപ്പിക്കാൻ അർജുൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ പ്രേക്ഷകർക്കറിയാം. ആ കഥകൾ മുഴുവൻ അർജുൻ്റെ കുടുംബം നടത്തിയ പോരാട്ടം, അർജുൻ എന്നുള്ള വ്യക്തിയെ നമ്മൾ ഓരോ ദിവസവും കൂടുതൽ അറിയുമ്പോൾ അർജുനോടുള്ള സ്നേഹം നമുക്ക് അത്രമേൽ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അർജുൻ എന്ന പൊതുപ്രവർത്തകനെ നമ്മൾ അറിഞ്ഞു. 17-ാം വയസ്സിൽ പഠനം നിർത്തി കുടുംബത്തിന് താങ്ങാകാൻ, തണലാകാൻ ഇറങ്ങിത്തിരിച്ച ആ കൗമാരക്കാരൻ്റെ കഥ നമ്മൾ കേട്ടു. ഇത്രയും കാലം അർജുൻ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച ആ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു. അതിനോടൊപ്പം സ്വന്തം സ്വപ്നങ്ങളും ജീവിതവും കെട്ടിപ്പടുക്കുന്നതിനൊപ്പം അർജുൻ മറ്റുള്ളവരുടെ നിസ്സഹായ അവസ്ഥയിലും സഹായവുമായി എത്താൻ മറന്നിരുന്നില്ല എന്നുള്ളതാണ് അർജുനെ മഹാനാക്കുന്നത് എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. കാരണം കോവിഡ് വന്ന സമയത്തും പ്രളയം വന്ന സമയത്തുമൊക്കെ സർവ്വതും നഷ്ടപ്പെട്ട് നിന്ന മനുഷ്യരെയൊക്കെ ചേർത്ത് നിർത്താൻ അർജുൻ അവിടേക്കെല്ലാം ഓടിയെത്തിയിരുന്നു. തൻ്റെ സമയം മുഴുവൻ അതിനായി വിനിയോഗിച്ചിരുന്നു. തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ തൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കായി, പ്രദേശവാസികൾക്കായി ഒക്കെ ചെയ്യാൻ അർജുന് സാധിച്ചു എന്നുള്ളതാണ്. അർജുൻ ഒരു DYFI പ്രവർത്തകനായിരുന്നു. DYFI എന്നുള്ള സംഘടനയിൽ നിന്നുകൊണ്ട് അർജുൻ എത്രത്തോളം നല്ല കാര്യങ്ങൾ, പൊതുപ്രവർത്തനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ക്ഷേമകരമാകുന്ന വിധം ചെയ്തു തീർത്തിട്ടാണ് അർജുൻ മടങ്ങുന്നത് എന്നുള്ളതാണ്. നാട്ടുകാർക്ക് അർജുനെക്കുറിച്ച് ഓർക്കുമ്പോൾ അത്രത്തോളം കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട് എന്നുള്ളതാണ്. നേരത്തെ കണ്ണാടിക്കൽ ജംഗ്ഷനിൽ ഒത്തുകൂടിയ ആളുകളോട് നമ്മൾ ചോദിച്ചപ്പോൾ വാതോരാതെ അർജുനെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് അത്രത്തോളം വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. അവരത്രത്തോളം സ്നേഹിക്കുന്നു അർജുൻ എന്ന അവരുടെ നാട്ടുകാരനെ. അവർക്ക് വെറും ഒരു നാട്ടുകാരൻ എന്നതിനപ്പുറം അവരുടെയൊക്കെ അത്രത്തോളം പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു, ഒരു കൂടപ്പിറപ്പിനെ പോലെയായിരുന്നു. അർജുനെ കാണാതായ സമയത്ത് അർജുൻ്റെ വീട്ടിലേക്ക് മാധ്യമങ്ങളടക്കം എത്തിയ സമയത്ത് മാധ്യമങ്ങളോട് അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. അർജുൻ ഒരു മകൻ എന്നുള്ള നിലയിൽ മാത്രമായിരുന്നില്ല അമ്മയ്ക്ക്, ഒരടുത്ത സുഹൃത്തായിരുന്നു. ഭാര്യയ്ക്കും സഹോദരങ്ങൾക്കുമെല്ലാം അർജുൻ അങ്ങനെ തന്നെയായിരുന്നു. സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കുക മാത്രമല്ല, അത് പുറത്തേക്ക് പ്രകാശിപ്പിക്കുകയും അത് ആവോളം വേണ്ടുവോളം എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു അർജുൻ. അത്തരത്തിൽ വളരെ ആക്റ്റീവായി നാട്ടിൽ നിന്നിരുന്ന കളിച്ചിരികളാൽ സന്തോഷത്തോടെ വീട്ടിലുണ്ടായിരുന്ന ഒരാൾ ഇല്ലാതാകുന്നു, ഇനിയില്ല എന്നുള്ള യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം അവർ നേരത്തെ മനസ്സിലാക്കിയെങ്കിൽ പോലും ഈ ദിവസം അത് ഊട്ടിയുറപ്പിക്കുന്ന ഒന്നുകൂടിയായി മാറുകയാണ്. ആ സങ്കടം താങ്ങാനുള്ള കരുത്ത് അവർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. ടോം കുര്യാക്കോസ് ചേരുന്നുണ്ട് അർജുൻ്റെ വീട്ടിൽ നിന്ന്. ടോം, ഇതിനോടകം ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. പ്രതീക്ഷിച്ചതിലും നീണ്ടുപോകും പൊതുദർശനം എന്നുള്ളത് തീർച്ച. എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് രാവിലെ 8 മണിക്ക് അർജുന്റെ വീട്ടിൽ ഭൗതിക ശരീരം എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്ന കാര്യം. പക്ഷെ നമുക്കറിയാം ഈ വരുന്ന വഴിയിലുണ്ടായ തിരക്ക്. ഇപ്പോൾ കണ്ണാടിക്കലിൽ നിന്നും വിലാപയാത്ര വീട്ടിലേക്ക് ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വീട്ടിലേക്ക് എത്തും. ഇവിടെ അർജുന അവസാനമായി കാണാൻ നാട്ടുകാരും പ്രിയപ്പെട്ടവര്, സുഹൃത്തുക്കള്, ബന്ധുമിത്രാദികള്, മറ്റ് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ളവര് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഒരുപക്ഷെ നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ ഈ പൊതുദർശനം നേരത്തെ പറഞ്ഞിരുന്ന കാര്യം 1 മണിക്കൂർ മാത്രമായിരിക്കും, പരമാവധി 1.5 മണിക്കൂർ മാത്രമായിരിക്കും. പക്ഷേ അതിനപ്പുറമുള്ളൊരു ജനാവലി ഇവിടെ എത്തിയത് കൊണ്ട് ഒരുപക്ഷെ പൊതുദർശനം
നീളാനുള്ള സാധ്യതയുണ്ട്. ഈ അർജുന്റെ സ്വപ്ന ഭവനം നമുക്കറിയാം. ഈ അർജുൻ ഈ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടത്, അർജുൻ ഈ വീട് പണിയാൻ വേണ്ടി, അർജുന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാവുന്നത്. അങ്ങനെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം അതൊക്കെ പൂർത്തീകരിച്ച് അർജുൻ പക്ഷെ ഇവിടേക്ക് എത്തുന്നത് അർജുന്റെ ഒരു ശരീരാവശിഷ്ടം, നിത്യാതനായ ശരീരമാണ്. അത്രയധികം ഈ വീടിന് വേണ്ടി അധ്വാനിച്ച, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച, ഈ നാട്ടുകാരുടെയൊക്കെ പ്രിയപ്പെട്ടവനായിരുന്ന അർജുൻ ഇവിടെ എത്തുമ്പോൾ ഒരുപക്ഷെ വീട്ടുകാരെ സംബന്ധിച്ച് വളരെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം അവർ ഈ കരഞ്ഞ് വറ്റിയ കണ്ണുകള് അതാണ് നമുക്കിവിടെയൊക്കെ കാണാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ നാട്ടുകാരുടെയൊക്കെ പ്രതികരണത്തിലൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് അത്രയും എല്ലാവർക്കും വലിയ പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ എന്നത് വീട്ടുകാർക്ക്. ഒരു പക്ഷേ ആ ഒരു അർജുൻ ഇവിടെ എത്തുമ്പോൾ അർജുന്റെ നമുക്കറിയാം 2.5 വയസ്സുള്ള കുഞ്ഞ്, അവനെയൊക്കെ എങ്ങനെ ആശ്വസിപ്പിക്കും, അല്ലെങ്കിൽ അർജുന്റെ ഭാര്യയെ എങ്ങനെ ആശ്വസിപ്പിക്കും, അച്ഛനെ അമ്മയെ സഹോദരിയൊക്കെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നതാണ് ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടേറിയ കാര്യം. കാരണം അവരെയൊക്കെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ 2.5 മാസമായി കേരളത്തിന്റെ ഹൃദയം അവർക്കൊപ്പമുണ്ട്. പക്ഷേ ഈ ഒരു സമയം അത് കടന്നു പോവുക ഒരു വലിയ ബുദ്ധിമുട്ടായി, വലിയ പ്രയാസം നിറഞ്ഞ കാര്യമാണ്. അർജുന്റെ ഒരു 8:30 ഒരു ഏതാനും നിമിഷങ്ങൾക്കകം അർജുന്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് എത്തും. അതിനുശേഷം പൊതുദർശനം. വീടിന്റെ തൊട്ട് പിന്നിലായിട്ടുള്ള വീടിന്റെ ഇടതുവശത്താണ് സംസ്കാര ചടങ്ങ് നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ അർജുനെ അവസാനമായി കാണാൻ നാട്ടുകാരുണ്ട്, ജനപ്രതിനിധികള്, മന്ത്രി AK ശശീന്ദ്രൻ ഈ ഭൗതിക ശരീരത്തെ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. കോഴിക്കോട് MP MK രാഘവൻ, മറ്റ് MLA മാർ സച്ചിൻ ദേവ്, T സിദ്ദിഖ്, അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മറ്റ് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുമെല്ലാം വീട്ടിലേക്ക് രാവിലെ മുതൽ ഇന്നലെ മുതൽ തന്നെ അർജുന്റെ ഈ ശരീരാവശിഷ്ടങ്ങൾ കിട്ടി എന്നറിഞ്ഞപ്പം മുതൽ വീട്ടിലേക്ക് എത്തുന്ന നിരവധി ആളുകളുണ്ട്. നമ്മൾ ആ വീടിന്റെ വീട്ടുമുറ്റത്ത്, അതായത് അവിടെയാണ് വീട്ടുമുറ്റത്താണ് ഈ പൊതുദർശനം നടത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. കാരണം വീടിന്റെ ആ മുറ്റത്ത്, വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ അധികം ആളുകൾക്ക് നിൽക്കാനുള്ള ഒരു സംവിധാനമില്ല. ഒരു ഏകദേശം 100ഓളം ആളുകൾക്ക് മാത്രമായിരിക്കും ഇവിടെ നിൽക്കാൻ കഴിയുന്നത്. ബാക്കി പക്ഷെ വീടിന്റെ പുറത്ത് വലിയൊരു ജനാവലിയുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ വിലാപയാത്രയെ അനുഗമിക്കുന്ന ജനക്കൂട്ടത്തെ കാണാൻ കഴിയും. അവരെ പലരുടെയും കണ്ണുകൾ നനയുന്നുണ്ട്, പലരുടെയും തൊണ്ടയിടറുന്നുണ്ട്. അർജുനെ കുറിച്ച് നമ്മൾ രാവിലെ ചോദിച്ചപ്പോഴൊക്കെ പലരും വാക്കുകൾ ഇടറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അർജുൻ ഈ നാട്ടുകാർക്ക് എത്രയും പ്രിയപ്പെട്ടവനായിരുന്നുവെന്നും അർജുൻ ഈ നാടിന് വേണ്ടി ചെയ്ത നന്മ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അവർ വാതോരാതെ സംസാരിക്കുന്നുണ്ട്. പല വീട്ടമ്മമാര്, അമ്മമാര്, അതുപോലെ യുവതികള്, യുവാക്കള്, അതിന്റെ സുഹൃത്തുക്കളൊക്കെ പറയുമ്പോൾ പ്രളയകാലത്ത് അവൻ ചെയ്ത പ്രവർത്തനങ്ങള്, സന്നദ്ധ പ്രവർത്തനം, ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഏറ്റവും അവസാനം അതായത് അർജുൻ ശിരൂരിലേക്ക് പോകുന്നതിന് മുൻപ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണം, അന്ന് പോലും വളരെ സജീവമായി ഓരോ വീടുകളിലും പോയി പൊതിച്ചോർ ശേഖരിച്ച് അത് പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ ഓരോ നാട്ടുകാർക്ക് എന്താവശ്യമുണ്ടെന്ന് എത്തുക. പിന്നീട് അർജുനെയും കുടുംബത്തിന്റെ ഒരു പ്രാരാബ്ധമൊക്കെ ഏറ്റ് സ്ഥിരമായി ലോറി ഡ്രൈവറായി പോയ ഒരു കാലയളവുണ്ട്. ആ സമയത്താണ് നാടുമായി അല്പമെങ്കിലും ഒന്ന് മാറി നിൽക്കുന്നത്. അതുവരെയും നാട്ടുകാർക്കിടയിൽ, കൂട്ടുകാർക്കിടയിൽ ഇങ്ങനെ നിന്ന് പ്രവർത്തിക്കുക, അവരുടെ കൂടെ കളിക്കുക, അവരുടെ കൂടെ സംസാരിക്കുക, ആ ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പമുണ്ടല്ലോ, അതാണ് നമുക്കിവിടെ വന്നപ്പോഴും കാണാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി ഇവിടെ എത്തിയതാണ് നമ്മൾ കൊച്ചിയിൽ നിന്നുള്ള സംഘം, സ്റ്റേറ്റിന്റെ വാർത്താ സംഘം ഇവിടെ എത്തിയപ്പോൾ രാത്രി ഒരു 12 മണി സമയമായി. ആ സമയത്തും വീട്ടില് പോലെ തന്നെ 100 കണക്കിന് ആളുകളുണ്ടായിരുന്നു. ഈ നാടിൽ പക്ഷെ ഒരു ഗ്രാമമായതുകൊണ്ടാകാം ആ നാട്ടുകാരുടെ ഒരു വലിയ ഇടപെടലുകള്, എല്ലാവർക്കും കൃത്യമായി വളരെ സംയമനം പാലിച്ചുകൊണ്ട് ആളുകൾ ഓരോ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ആശ്വസിപ്പിക്കാൻ, കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ മറ്റ് ഈ സംസ്കാര ചടങ്ങുകൾ ഒക്കെ അതിന്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയെല്ലാം നാട്ടുകാർ ഒന്നടങ്കം ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്, രാവിലെ ന്യൂസ് 18നോട് സംസാരിച്ച ചിലരെ കണ്ടു, കോട്ടയത്തു നിന്നുള്ളവർ, വയനാട്ടിൽ നിന്നുള്ളവർ, അങ്ങനെ
സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ അർജുൻ ഒരിക്കൽ പോലും കാണാത്തവരും. അതായത് മലയാളികൾക്ക് അത്രയും പ്രിയപ്പെട്ടവനായി അർജുനും കുടുംബവും മാറി എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഒന്നടങ്കം അർജുനെ കാരണം മലയാളികൾ ആഗ്രഹിക്കുന്നുണ്ട്, വളരെയധികം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചിരുന്നു അർജുനെ ഒന്ന് കണ്ടെത്തണമെന്ന്. പക്ഷെ നമ്മുടെ കാസർഗോഡ് റിപ്പോർട്ടർ KV ബൈജു അർജുനെ കാണാതായ അറിഞ്ഞ് അന്ന് അവിടേക്ക് പോയതാണ്. ബൈജുമായി രാവിലെ സംസാരിച്ചപ്പോഴും അദ്ദേഹം ഇവിടെ എത്തി സംസാരിച്ചപ്പോഴും പറയുന്നു അർജുന്റെ ഒരു കുടുംബാംഗമായി മാറിയ KV ബൈജുവിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഓരോരുത്തരും അർജുന്റെ കുടുംബാംഗമായി മാറുക. നമുക്ക് ഓരോരുത്തർക്കും അർജുന്റെ ഈ വിയോഗം വലിയ വേദനയാകുക, അർജുന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ഒരു ഓർമ്മകൾ, വിഷമം, ഒരുപക്ഷെ നമുക്ക് നമ്മുടെയൊക്കെ മനസ്സിലൊരു ഏറ്റവും ഒരിക്കലും ഒരു ഉണങ്ങാത്ത മുറിവ് അർജുന്റെ ശരീരാവശിഷ്ടം കണ്ടെത്തിയപ്പോൾ അതോടൊപ്പം ഉണ്ടായിരുന്ന ആ കളിപ്പാട്ടം, ആ ഒരു കുഞ്ഞിന് വേണ്ടി ഇവിടുന്ന് ഓരോ ഓട്ടം പോകുമ്പോഴും കുഞ്ഞിന്റെ അർജുന്റെ മോന്റെ കളിപ്പാട്ടവുമായിട്ടാണ് പോണത്. കാരണം മോനെ അത്രയധികം സ്നേഹിച്ചിരുന്ന നമുക്കറിയാം. ആ ഒരു 2.5 വയസ്സുള്ളൊരു മോനെ അവനെ സംബന്ധിച്ച് അതിനെ അതിജീവിക്കാൻ, അല്ലെങ്കിൽ അവന്റെ ഭാര്യയെ സംബന്ധിച്ച് അത് അതിജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു വേദന നിറഞ്ഞൊരു കാലഘട്ടമാണ്. ഇപ്പോഴെല്ലാവരും ആശ്വസിപ്പിക്കാൻ കാണും. ഒരുപക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ ഇവർക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ബാക്കിയാണ്. അർജുന്റെ ഒരു അവശേഷിപ്പ് എന്ന് പറയുമ്പോൾ, അർജുന്റെ ഓർമ്മകളുടെ ഒരു അവശേഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആ കളിപ്പാട്ടവും അർജുന്റെ വാഹനത്തിലുണ്ടായിരുന്ന ബാഗും ആ പാത്രങ്ങളും ഒക്കെയാണ് ഇതിന്റെ അവശേഷിപ്പ്. ഒരുപക്ഷെ ഈ അർജുൻ ഇവിടെ എത്തുന്നത് വലിയൊരു വേദന സമ്മാനിച്ചുകൊണ്ടാണ്. ഇവിടുന്ന് പോകുന്നത് സന്തോഷം സമ്മാനിച്ചുകൊണ്ട് പോകുന്നത്, വേദന സമ്മാനിച്ചു തിരികെ എത്തുക. ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയില്ല, വാക്കുകൾ കിട്ടാത്തൊരവസ്ഥ. അല്പസമയത്തിനകം തന്നെ വിലാപയാത്ര വീട്ടിലേക്ക് എത്തുന്നു. അതിനുവേണ്ടിയുള്ള അവസാനവട്ട ക്രമീകരണങ്ങൾ വീട്ടിൽ നടക്കുന്നു. ജനപ്രതിനിധികൾ, പോലീസിന്റെ വലിയൊരു അകമ്പടിയുണ്ട്. ശിരൂരിൽ നിന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സീല്, അതുപോലെ തന്നെ മഞ്ചേശ്വരം MLA ഉൾപ്പെടെയുള്ളവര് ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. ഈശ്വർ മൽപെ അനുഗമിക്കുന്നുണ്ട്. കർണാടക സർക്കാരിന്റെ പാരിതോഷികം കുടുംബത്തിന് നൽകുന്നുണ്ട്. അങ്ങനെ